സംസ്ഥാന കായികോത്സവത്തിൽ ട്രാക്കുകളിൽ മത്സരാർത്ഥികൾ വീറും വാശിയോടെയും പോരാടുമ്പോൾ ട്രാക്കിന് പുറത്ത് മറ്റൊരു പോരാട്ടത്തിന്റെ കഥ കൂടിയുണ്ട്. കേറിക്കിടക്കാൻ നല്ലൊരു വീടില്ലാത്ത സഹപാഠിക്ക് വീടൊരുക്കാനായി 40ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പായസം മുതൽ പലഹാരങ്ങൾ വരെ വിറ്റ് കായികോത്സവത്തിലെ ആവേശ കാഴ്ചയാവുകയാണ്. കുന്നംകുളത്ത് ട്രാക്കുകൾക്ക് ആവേശം കൊണ്ട് തീപിടിക്കുമ്പോൾ സ്റ്റേഡിയത്തിനു പുറത്തായി ഒരു കൂട്ടം കുട്ടികൾ ഒരു തണലൊരുക്കാനുള്ള ശ്രമത്തിലാണ്. കുന്നംകുളം മോഡൽ ബോയ്സ് സ്കൂളിലെ മുൻ NSS വിദ്യാർത്ഥിക്ക് കേറിക്കിടക്കാൻ ഒരു നല്ല വീട് പോലുമില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഇവർ സംസ്ഥാന കായികോത്സവത്തിന്റെ ഭാഗമായി ഒരു സ്റ്റാൾ തുടങ്ങാൻ തീരുമാനിച്ചത്. ദാഹമകറ്റാൻ വിവിധ പാനീയങ്ങളും വീട്ടിൽ നിന്നുമുണ്ടാക്കിയ പലഹാരങ്ങളും പായസങ്ങളുമൊക്കെയായി വിദ്യാർത്ഥികൾ ട്രാക്കിലെ കായിക താരങ്ങളെക്കാൾ വേഗത്തിൽ ഓടുകയാണ്. ഈ കുട്ടികൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും നൽകി NSS പ്രോഗ്രാം ഓഫീസർ ബീന ടീച്ചറും നിഷ ടീച്ചറും ഒപ്പം പ്രിൻസിപ്പൽ റസിയ ടീച്ചറും കൂടെയുണ്ട്. കുന്നംകുളം ക്ലസ്റ്ററിൽ 2 വീടുണ്ട്. NSS യൂണിറ്റിൻ്റെ 2 വീടുണ്ട്. ഒന്ന് തിരുവളയന്നൂർ സ്കൂളിലാണ്. അപ്പോൾ കുന്നംകുളം ക്ലസ്റ്ററിലെ മറ്റ് NSS യൂണിറ്റുകളിലെ സ്കൂളുകളിൽ നിന്നുള്ള ഫണ്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമാഹരിക്കുന്നുണ്ട്. 5 ലക്ഷം രൂപ ഇപ്പോൾ പിരിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പണവും കൂടി നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. NSS തൃശൂർ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ തണൽ സ്നേഹ ഭവന പദ്ധതിയുടെ ഭാഗമായാണ് ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത്. കുന്നംകുളം ക്ലസ്റ്റർ കൺവീനർ ലിൻഡോ വടക്കന്റെ നേതൃത്വത്തിലാണ് ഭവന നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇതിനായി തങ്ങളുടെ ഒരു പങ്ക് സ്വരൂപിക്കുകയാണിവർ. കോവിഡ് കാലത്തെ താളുകൾ ബാക്കി വന്ന റെക്കോർഡ് ബുക്കുകൾ റീയൂസ് ചെയ്ത് വിറ്റുതീർത്തും ആക്രി വിറ്റും ന്യൂസ് പേപ്പർ വിറ്റും തങ്ങളാൽ കഴിയുന്ന മാർഗങ്ങളൊക്കെ പരീക്ഷിച്ചതിനു ശേഷമാണ് ഈയൊരു സ്റ്റാൾ തുറക്കാൻ തീരുമാനിച്ചത്. മത്സരം കാണുവാനെത്തുന്ന പലരും തങ്ങൾക്ക് വലിയ പിന്തുണയാണ് നൽകുന്നതെന്ന് ഈ കുട്ടികൾ പറയുന്നു. ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ചലഞ്ച് നടത്തുന്നുണ്ട് എന്നറിഞ്ഞ് കുറേ പേര് ഇങ്ങോട്ട് ചോദിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആളുകളായിട്ട് ചെന്ന് ഇങ്ങനെ ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ മുഴുവൻ വരും വളരെ നല്ല സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. എല്ലാവരും ഇത്രയും 100% ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. മുഴുവൻ പേരും ഡെഡിക്കേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും ലഭിക്കുന്ന തുക സ്വരൂപിച്ച് കൂട്ടുകാരന്റെ ജീവിതത്തിൽ ഒരാശ്വാസമായി മാറാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ് ചുട്ടുപൊള്ളുന്ന ചൂടിലും തളരാതെ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടെ പഠിച്ച കൂട്ടുകാരനെ വീടൊരുക്കാൻ പായസ ചലഞ്ച് ഉൾപ്പെടെ നടത്തി കിട്ടുന്ന ഓരോ 20 രൂപയും കൂട്ടിവെക്കുകയാണ് ഈ കുട്ടികൾ. കുന്നംകുളത്തു നിന്നും ക്യാമറമാൻ രവി മേനോനോടൊപ്പം അമൽനാഥ്, കേരള വിഷൻ ന്യൂസ്.